ഹലോ, അതില്ലേ നമ്മൾ ഇന്നെന്താ കാണാൻ പോകണമെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം ജോർജേട്ടൻ്റെ കട, നമ്മുടെ കോട്ടയംകാരൻ ജോർജേട്ടൻ്റെ മലയാളി റെസ്റ്റോറൻറ്റിൻ ഹൈലാൻഡ്സ്. ഓക്കെ, നമുക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ? ഓക്കെ, ഇത് ഇൻവെർണസിലാണ് കേട്ടോ. ഇൻവെർണസിൽ ട്രെയിൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ജോർജേട്ടൻ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. കണ്ടോ, ജോർജേട്ടൻ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ. അതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എന്ത് ടേസ്റ്റ് എന്നറിയാമോ? നമ്മുടെ സാലഡില്ലേ, ആ ഉള്ളിയും തൈരും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ശരിക്കും നാട്ടിൽ കിട്ടുന്ന ഒരു സാലഡ്, അതൊക്കെ കൂട്ടി ഒരു ബിരിയാണി കഴിച്ചിട്ട് എത്രയെന്നറിയാമോ? ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പബ്സിൻ്റെ കാര്യം പിന്നെ പറയണ്ട, നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള പബ്സ്. എനിക്ക് കുറച്ച് വീട്ടിലോട്ടും കൊണ്ടുപോകാൻ തന്നു കേട്ടോ. എൻ്റെ NHSൻ്റെ പ്രീ എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാട്ടോ ഞാനിവിടെ വന്നത്. അതിൻ്റെ പേരിൽ എനിക്കൊന്നൊരു 3 ഇഞ്ചക്ഷൻ കിട്ടി, വാക്സിനേഷൻ. പക്ഷേ ഭക്ഷണം കഴിച്ചപ്പോഴത്തേക്കും ആ വിഷമം എല്ലാം മാറി. അടിപൊളി. ആകെ മൊത്തത്തിലല്ലേ കൂട്ടുകാരെ, നാട്ടിലൊക്കെ പോയിട്ട് ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ചൊരു സമാധാനമുണ്ട് എൻ്റെ മനസ്സിൽ. ഇനി നമുക്ക് ജോർജേട്ടൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാൻ ഷിപ്പയിലെ ഷെഫായിരുന്നു പോസ്റ്റായിലെ. ഞാനിവിടെ 2008 മെയ് 24 എത്തി. ഇവിടെ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സെക്കൻഡ് ഷെഫായിട്ട് വർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഓണായിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങി. 2009 തുടങ്ങിയിട്ട് ഇന്ന് വരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. നമ്മൾ കൂടുതൽ ഫുഡ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യനും നോർത്ത് ഇന്ത്യനും അതുപോലെ തായ് ഫുഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഓതന്റിക്കാണ്. പൊറോട്ടയൊക്കെ നമ്മൾ ഇവിടെ തന്നെ അടിച്ച് നല്ല രീതിയിൽ നല്ല ലേഡ് പൊറോട്ട ആണ് ഉണ്ടാക്കി നമ്മൾ കസ്റ്റമേഴ്സ് കൊടുക്കുന്നത്. ആ കാര്യത്തിൽ ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ഫുഡ് വരുന്നവർക്ക് നല്ല ഫുഡ് ട്രീറ്റ് ചെയ്ത് നമ്മൾ വിടുന്നു. പലരും കമന്റ് ചെയ്തിട്ടുണ്ട്, മുംബൈത്തിസിലെ ദോശയെക്കാളും ഏറ്റവും നല്ല ദോശ ഇവിടെ കിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി ഇൻവെർണസിൽ വരുമ്പം തീർച്ചയായിട്ടും ജോർജേട്ടൻ്റെ കടയിൽ കയറണം, മറക്കല്ലേ. ബായ്.